ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ടാണ്, എസ്പെഷ്യലി നീറ്റ് കീം സി യു ഇട്ടിനെ സംബന്ധിച്ച വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രം വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്. നമ്മൾ മോഷൻ പ്ലെയിനിലാണ് കൂടുതലായിട്ട് വെക്റ്റേഴ്സ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ, ടൈം പോലെയാണ്. കംപ്ലീറ്റ് ആയി നിങ്ങൾ കാണാൻ ഈ ഒരു മോഡൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറേ കോൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ യൂണിറ്റ് വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 0.5 ഐ ക്യാപ്പ് മൈനസ് 0.8 ജെ ക്യാപ്പ് പ്ലസ് സി കെ ക്യാപ്പ് ആണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് സി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. റൂട്ട് ഓഫ് 0.011 ആണോ, സോറി റൂട്ട് ഓഫ് 0.01 ആണോ, റൂട്ട് ഓഫ് 0.11 ആണോ, 1 ആണോ, റൂട്ട് 0.39 ആണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ മക്കൾ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. നമ്മളിത് എങ്ങനെയാണ് ചെയ്യാം? ഒരു വെക്റ്റർ തന്നു, അതൊരു യൂണിറ്റ് വെക്റ്ററാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്ന വെക്റ്റർ എന്തോന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 0.5 ഐ ക്യാപ്പ് മൈനസ് 0.8 ജെ ക്യാപ്പ് പ്ലസ് സി കെ ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു വെക്ടറാണ്. ഇവൻ യൂണിറ്റ് വെക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം എന്താ? ഒരു യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 1 അല്ലേ? അതെപ്പോഴും ഒരു നമുക്കറിയാം ചാപ്റ്റർ മോഷൻ എ പ്ലെയിൻ ആണ്. മോഷൻ എ പ്ലെയിനിൽ ഈ വെക്ടറിൻ്റെ ഭാഗമായി നമ്മൾ യൂണിറ്റ് വെക്ടർ, സീറോ വെക്ടർ, അതുപോലെ തന്നെ നെഗറ്റീവ് വെക്ടർ, അതുപോലെ തന്നെ വെക്ടർ പ്രൊഡക്റ്റുകൾ, ക്രോസ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, അഡീഷൻ ഓഫ് വെക്ടർ, വെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഏതൊരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ ഒരു വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കും? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ആ മാഗ്നിറ്റ്യൂഡ് 1ലേക്ക് ഇക്വേറ്റ് ചെയ്യും. കാരണം യൂണിറ്റ് വെക്ടർ ആണല്ലോ. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് അത് 1ലേക്ക് ഇക്വേറ്റ് ചെയ്ത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്ന ആളുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1 ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. ഓൾറെഡി ജനറലി 1 ആയിരിക്കും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 0.5 ഐ ക്യാപ്പ്. അപ്പോൾ ഐ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഐൻ്റെ കമ്പോണൻറ്റ് കോഎഫിഷ്യൻറ്റ് 0.5. അപ്പോൾ അവൻ്റെ സ്ക്വയർ പ്ലസ് ജെൻ്റെ കമ്പോണൻറ്റ് അല്ല മൈനസ് 0.8 ആണ്. അപ്പം മൈനസ് 0.8ൻ്റെ സ്ക്വയർ ചെയ്യണം. പ്ലസ് കെൻ്റെ കമ്പോണൻറ്റ് ആരാണ്? കെൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പോൾ അവൻ്റെ സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ ഒന്ന് നമുക്ക് സെറ്റാക്കി നോക്കാം. റൂട്ട് 0.5ൻ്റെ സ്ക്വയർ, 0.5ൻ്റെ സ്ക്വയർ എത്രയാടാ? 0.25 പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പോസിറ്റീവായി 0.8ൻ്റെ സ്ക്വയർ എത്രയാണ്? 0.64 പ്ലസ് സി സ്ക്വയർ വരൂലേ. ഓക്കെ, അപ്പോൾ 1 ഈസ് ഈക്വൽ ടു ഒന്ന് സമപ്പ് ചെയ്ത് നോക്കിയാൽ റൂട്ട് 0.25ഉം 0.64ഉം കൂട്ടിക്കഴിഞ്ഞാൽ 0.89 അല്ലേ? 0.89 പ്ലസ് സി സ്ക്വയർ. ഒരു ആവറേജ് ക്വസ്റ്റ്യനാണ്, ബട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് സി കണ്ടുപിടിക്കേണ്ട പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഒന്നുമില്ല. ഒരു RHSൽ റൂട്ട് ഉണ്ട്. അപ്പോൾ റൂട്ട് ഒന്ന് കളയാൻ വേണ്ടി രണ്ട് ഭാഗത്തിനാണ് എന്ത് ചെയ്യണമെന്ന് സ്ക്വയർ ചെയ്യാണ്. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ RHSൽ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ആര് വരും? 0.89 പ്ലസ് സി സ്ക്വയർ എന്നുണ്ടാകും. ക്ലിയർ ആണോ? അപ്പോൾ ഈ 0.89 LHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 0.89 ഇസ് ഈക്വൽ ടു ആരെ കിട്ടുന്നുണ്ട്? സി സ്ക്വയറിനെ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്പോൾ 1 മൈനസ് 0.89 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.11 ഇസ് ഈക്വൽ ടു ആരെ കിട്ടിയിട്ടുണ്ട്? സി സ്ക്വയറിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി സി? സി ഇസ് ഈക്വൽ ടു ആരായിരിക്കൂടാ? റൂട്ട് 0.11 ആയിരിക്കൂലേ. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള റൂട്ട് 0.11 ആണ്. അപ്പോൾ നമ്മൾ ചെയ്തെന്താ? ക്വസ്റ്റ്യനിൽ ഒരു വെക്ടർ തന്നു, അതൊരു യൂണിറ്റ് വെക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സി അല്ലെങ്കിൽ എന്തോ ഒരു ആൽഫ ഉണ്ടാകും, ചിലപ്പോൾ സി ഉണ്ടാകും, ചിലപ്പോൾ ബീറ്റ ഉണ്ടാകും. ഒരു അൺനോൺ ആയിട്ടുള്ള ഒരാളുണ്ട്, അവൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവൻ്റെ മാഗ്നിറ്റ്യൂഡ് 1ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അതറിയണമല്ലോ. ഒരു വെക്ടർ എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് ആണെങ്കിൽ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ അല്ല. അതേപോലെ ഇവിടെ റൂട്ട് ഓഫ് 0.5 സ്ക്വയർ പ്ലസ് മൈനസ് 0.8 ആണ്. അപ്പോൾ പ്ലസ് മൈനസ് 0.8ൻ്റെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്ത സമയത്ത് നമുക്ക് സി എന്ന് പറയുന്ന ആ ഒരു അൺനോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൂട്ട് 0.11. ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.